ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാനായ ഗോകുലം ഗോപാലന്റെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് 55ാം സ്റ്റാഫ് ഡേ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബ്ബിലാണ് ചടങ്ങുകൾ നടന്നത്. ഔദ്യോഗിക ചടങ്ങുകൾക്ക് പുറമെ നിരവധി കലാപരിപാടികളും വേദിയിൽ നടന്നു. ആഘോഷ പരിപാടികളിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നും നിരവധി പ്രമുഖർ പങ്കെടുത്തു. കൂടാതെ ചടങ്ങിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യോഗനാഥം ന്യൂസ് ചെയർമാനുമായ സൗത്ത് ഇന്ത്യൻ ആർ വിനോദും ചടങ്ങിൽ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാനായ ഗോകുലം ഗോപാലന്റെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് 55ാം സ്റ്റാഫ് ഡേ ചടങ്ങുകൾക്ക് ഇന്ന് വർണ്ണാഭമായ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക ചടങ്ങുകൾക്ക് പുറമെ നിരവധി കലാപരിപാടികളും വേദികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനായി നിരവധി സിനിമ, സീരിയൽ മേഖലകളിൽ നിന്നും കൂടാതെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നും നിരവധി പ്രമുഖരാണ് എത്തിയിരിക്കുന്നത്. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാനായ ഗോകുലം ഗോപാലന്റെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് 55ാം സ്റ്റാഫ് ഡേ ഒരുമ 2023 ചടങ്ങുകൾ വിപുലമായ രീതിയിൽ ആരംഭം കുറിച്ചു. തിരുവനന്തപുരം വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബ്ബിൽ രാവിലെ 11:30 തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. കലാ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നും നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഗോകുലം ഗോപാലന്റെ ജീവിതത്തിന്റെ ഒരു നേർരേഖ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് വിപുലമായ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. Alan is an entrepreneur par excellence, a visionary business leader. A business tycoon who, through his hard work, selfless service and vision, created a super uno business empire, the Gokulam Group of Companies. The group has successful ventures across industries. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് എം.എൽ.എ. വി കെ പ്രശാന്ത്, കോഴിക്കോട് എം.എൽ.എ. തോട്ടത്തിൽ രവീന്ദ്രനാഥ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശിവൻകുട്ടി, നടൻ ജയസൂര്യ, ഉണ്ണി മുകുന്ദൻ തുടങ്ങി കലാരാഷ്ട്രീയ മേഖലകളിൽ നിന്നും നിരവധി പ്രമുഖർ ചടങ്ങിലെത്തി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് എം.എൽ.എ. വി കെ പ്രശാന്ത് തിരിതെളിയിച്ച് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമ്മളേവരും കാത്തിരുന്ന ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സെറമണി 55th സ്റ്റാഫ് ഡേ ഒരുമ എന്ന് നമ്മൾ സ്നേഹത്തോടെ പേരിട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഗോകുലം ഗോപാലൻ സാറിന്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് നടക്കുന്ന ആഘോഷങ്ങളുടെ തുടക്കമിടാൻ കുറിച്ചിരിക്കുകയാണ്. പിന്നീട് എം.എൽ.എ. തോട്ടത്തിൽ രാധാകൃഷ്ണൻ, എം.എൽ.എ. വി കെ പ്രശാന്ത് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. കേരളത്തിന് അഭിമാനമായി ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ജോലി നൽകിയ വ്യക്തിയാണ് ഗോകുലം ഗോപാലൻ എന്നും ചെയർമാന് ജന്മദിനാശംസകൾ നേരുന്നുവെന്നും എം.എൽ.എമാർ പറഞ്ഞു. പിന്നീട് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മുഴുവൻ ജീവനക്കാരുടെയും പ്രതിനിധികൾ ചെയർമാന് ആദരവേകി. നമ്മൾ അദ്ദേഹത്തെ രാജാവിനെ പോലെയാണ് സ്വീകരിച്ചിവിടെ കൊണ്ടുവന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെങ്കോലും കിരീടമൊക്കെ കൊണ്ട് നമ്മൾ അദ്ദേഹം നമ്മുടെ രാജാവാണ് നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രജകളാണ് നമ്മളെല്ലാവരും നല്ലൊരു കൈയിടി അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. തുടർന്ന് കേരളത്തിന് അഭിമാനമായി നിരവധി പ്രസ്ഥാനങ്ങളും സംരംഭങ്ങളും ഇനിയും വിവിധ മേഖലകളിൽ കൊണ്ടുവരാൻ ഗോകുലം ഗോപാലന് സാധിക്കട്ടെ എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു അറിയിച്ചു. കൂടാതെ 55ാം സ്റ്റാഫ് ഡേക്ക് എല്ലാവർക്കും അദ്ദേഹം ഭാവുകങ്ങൾ നേരുകയും ചെയ്തു. നിരവധി പ്രസ്ഥാനങ്ങളുടെ പിന്നിലെ ശക്തി കേന്ദ്രം നമ്മുടെ കേരളത്തിന്റെ മലയാളികളുടെ സാമൂഹ്യ, സാംസ്കാരിക, ആരോഗ്യ, സാമ്പത്തിക മേഖലകളിലെല്ലാം തന്നെ ഒരുപാട് നിരവധി സംഭാവനകൾ നൽകുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ വിജയകരമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മലയാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ, അതുപോലെ നിരവധി പേർക്ക് ജോലി സംരംഭങ്ങൾ, നിരവധി ആരോഗ്യ ശുശ്രൂഷ കേന്ദ്രങ്ങൾ, എന്തിന് കലാമേഖലയിൽ പോലും അദ്ദേഹത്തിൻ്റെ ടച്ച്, അദ്ദേഹം മിന്നുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം.
അദ്ദേഹം തുടങ്ങുന്നതെല്ലാം വിജയിക്കാറുമുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവ്. ആരെയും പ്രത്യേകമായി നോവിക്കാതെ ആർക്കെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ഗോപാലേട്ടൻ്റേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും നമ്മളുടെ എല്ലാം തുടർന്നുള്ള പിന്തുണയും ഉണ്ടാകണം. അദ്ദേഹത്തിന് ഇനിയും നിരവധിയായ പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് വിദേശത്തുമുണ്ട്. എങ്കിലും ഇന്ത്യക്ക് പൊതുവായി, കേരളത്തിന് പ്രത്യേകിച്ച്, മലയാളികൾക്ക് പ്രത്യേകിച്ച് നൽകുവാൻ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ജീവിതയാത്രയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുവാൻ, കൂടുതൽ ശക്തിയുള്ളതാകാൻ നമ്മുടെ ഈ കൂട്ടായ്മ അദ്ദേഹത്തിന് പ്രചോദനം നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച നല്ലൊരു വ്യക്തിത്വം കൂടിയാണ് ഗോകുലം ഗോപാലൻ എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അതോടൊപ്പം ചെയർമാന് ജന്മദിന ആശംസകൾ അറിയിക്കുകയും ചെയ്തു. സമസ്ത രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ ഗോപാലേട്ടൻ. സാധാരണ ചില പ്രതിഭകൾ നമ്മൾ സിനിമയിൽ മാത്രം, അല്ലെങ്കിൽ കായിക രംഗത്ത് മാത്രം, ആരോഗ്യ രംഗത്ത് മാത്രം, വ്യവസായ രംഗത്ത് മാത്രം ഒക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് ആൾക്കാർ നമുക്കറിയാം. അവരെയൊക്കെ ആശംസ അർപ്പിക്കുന്ന പരിപാടികൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഗോപാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു വ്യവസായ എന്നുള്ളതിനെ തുടക്കം ആരംഭിച്ചെങ്കിൽ തന്നെ അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ കാണുന്നത് കായിക രംഗത്ത് ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കലാരംഗത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ ആരോഗ്യ രംഗത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ സമുദായപരമായിട്ടും ചില പ്രവർത്തനം അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. നടൻ ജയസൂര്യ ഗോകുലം ഗോപാലൻ ഒരു നല്ല വ്യക്തിത്വമാണെന്നും ഒരു ചലച്ചിത്ര നിർമ്മാതാവ് എന്നതിനുമപ്പുറം ഒരു നല്ല വ്യക്തിബന്ധം പരസ്പരമുണ്ടെന്നും പറഞ്ഞു. ഇനിയും ഒരുപാട് പിറന്നാളുകൾ നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ആഘോഷിക്കാനായിട്ട് പറ്റട്ടെ. അദ്ദേഹത്തിന്റെ എന്നും ഓർമ്മയിൽ നമ്മളുണ്ടാവുക എന്നുള്ളതും ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു മൊമെന്റ് ജീവിതത്തിൽ മറക്കില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളും അത് ഒരിക്കലും മറക്കാത്ത ആ ഒരു ചടങ്ങിൽ നിങ്ങൾ എന്നെയും ചേർത്ത് വെച്ചതിന് ഒരുപാട് സന്തോഷം. ഈ ഒരു നിമിഷം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതാണ്. ചടങ്ങിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യോഗനാഥൻ ന്യൂസിന്റെയും സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പിന്റെയും ചെയർമാനായ സൗത്ത് ഇന്ത്യൻ ആർ വിനോദും ചടങ്ങിൽ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ഗോകുലം ഗോപാലന് ജന്മദിനാശംസകൾ നേരുന്നുവെന്നും സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിലൂടെയുള്ള ഒരു പ്രയാണമാണ് ഗോകുലം ഗോപാലൻ്റേതെന്നും ഏതു വ്യക്തികളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെതെന്നും ലോകമൊട്ടാകെ ഇനിയും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി വ്യാപിപ്പിക്കുവാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുദേവനാണ് കാന്താലമായ കേരളത്തെ മനുഷ്യാലയമാക്കി മാറ്റിയത് എന്ന് പറയുമ്പോൾ ആ ഗുരുവിൻ്റെ ദർശനത്തെ ജീവിതത്തിലുടനീളം പകർത്തി മുന്നോട്ട് പോയി സമൂഹത്തെ ആകെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോപാലേട്ടൻ, നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത വ്യക്തിത്വമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എളിമ അതൊരിക്കലും നമ്മൾ കാണാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്കറിയാം, ഒരു നെൽക്കതിർ വിളഞ്ഞ് പഴുത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫലം തരുന്ന ഏതൊരു മരവും അത് മാക്സിമം അതിൻ്റെ ഫലത്തിലെത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ശിഖരങ്ങളെല്ലാം കീഴോട്ട് കുനിഞ്ഞാണ് വരാറുള്ളത്. അതൊരിക്കലും ശിഖരം മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാറില്ല. നെൽമണികൾ വിളഞ്ഞ് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ നെൽമണികളെല്ലാം താഴേക്കാണ് അതിൻ്റെ കുലകൾ പോകുന്നത്. അതേപോലെയാണ് ഗോപാലേട്ടൻ ഏതൊരു വ്യക്തികളെയും തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞ സ്നേഹമാണ് അഖില സാരമൊഴിയും, സ്നേഹമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞത്. ആ സ്നേഹം ഈ സമൂഹത്തിന് മൊത്തം പകർന്നു കൊടുക്കുവാൻ അദ്ദേഹം കാണിക്കുന്ന നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 1000 ജന്മദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
പിന്നീട് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ മറുപടി പ്രസംഗം നടത്തുകയും എല്ലാം ഒരു നിമിത്തമായി കാണുന്നുവെന്നും തന്റെ കമ്പനികളിലെ ഓരോ ജീവനക്കാരും അവരുടെ കടമ ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്നുണ്ടെന്നും അവരുടെ കഠിനാധ്വാനമാണ് തന്റെ വിജയത്തിന്റെ പിന്നിലെന്നും സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. നമ്മുടെ ചിന്താഗതിയിലും നമ്മുടെ കർമ്മത്തിലാണ് അത് അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് അത് നല്ലതാണെങ്കിൽ തീർച്ചയായും എല്ലാം നന്നായി നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ ഗോകുലത്തിൽ നിന്നെല്ലാ സ്റ്റാഫും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ദൈവവിശ്വാസത്തോടുകൂടി ന്യായമായ രീതിയിൽ നമ്മളെ കസ്റ്റമേഴ്സിനോട് ഏറ്റവും സ്നേഹത്തോട് രീതിയിലുള്ള പെരുമാറ്റം ആവശ്യമാണ്. ഞാൻ കൂടുതൽ നോക്കുന്നില്ല. കാരണം ഇവിടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ 12 മാസവും അതായത് 11 മാസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ സീരിയസ് ആയ വർക്ക് ചെയ്യുന്ന ഒരാളുകൾ. ഒരു മാസം ഗൂഗിൾ ആപ്പ് എന്ന ഒരു പേരിൽ നമ്മളൊരു പരിപാടി നടത്തുന്നത്. ഇത് ഇപ്പോൾ എല്ലാ മുമ്പേ മദ്രാസിൽ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓരോ സ്റ്റേറ്റ് ഇപ്പോൾ 55 ബ്രാഞ്ച് ചേർന്ന ഒരു ഒരു പിന്നെ അസോസിയേഷൻ 55 ബ്രാഞ്ചിലെ സ്റ്റാഫും അവരുടെ കുടുംബങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഒരു ദിവസം അവരുടെ കഴിവുകളൊക്കെ കാണിക്കണം. കാരണം എല്ലാവർക്കും പല ഗുണങ്ങളും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. കലാപരമായ കഴിവ്, പിന്നെ പാട്ട് പാടാൻ എല്ലാ പലതരത്തിലുള്ള കഴിവുകൾ അവർക്കുണ്ടാവും. അതൊക്കെ കാണിക്കാനുള്ളൊരു വേദിയായി നമ്മുടെ സ്നേഹമാണ് ഇതിനെല്ലാം ഒരേ ഒരു ആയുധം. ആ സ്നേഹത്തോടുകൂടി അങ്ങോട്ടും സ്നേഹിച്ച് ആത്മാർത്ഥമായ സ്നേഹം, ആ സ്നേഹത്തിന് വലിയ ഒരു ജീവൻ നമുക്ക് ആവശ്യമാണ്. ആ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ദൈവാധീനം കൂടുതലുണ്ടായിരിക്കും. സ്നേഹമാണ് ദൈവം. നന്ദി, നമസ്കാരം. തുടർന്ന് ഒരുമയുടെ വേദിയിൽ ശ്രീ ഗോകുലം ഗ്രൂപ്പിന്റെ ജീവനക്കാരുടെ നിരവധി കലാപരിപാടികളും അരങ്ങേറി. ക്യാമറാമാൻ അനിലിനോടൊപ്പം അക്ഷര, യോഗനാഥൻ ന്യൂസ്.